വെങ്ങാനല്ലൂർ മഹാശിവക്ഷേത്രത്തിൽ അഷ്ടമി മഹോത്സവം നടന്നു. തിരുവേമ്പലപ്പന്റെ തിരുസന്നിധിയിൽ ദർശന പുണ്യം തേടിയെത്തിയത് ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ. മലയാള നാടിന്റെ ഐശ്വര്യത്തിനായി പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട 108 ശിവാലയങ്ങളിൽ അതിപ്രാധാന്യത്തോടെ നിലകൊള്ളുന്ന ചേലക്കര വെങ്ങാനല്ലൂർ മഹാശിവക്ഷേത്രത്തിൽ അഷ്ടമി മഹോത്സവം ഭക്തിയുടെയും ആഘോഷത്തിന്റെയും നിറവിൽ. വൃശ്ചിക മാസത്തിലെ അഷ്ടമി ദിവസമാണ് വെങ്ങാനല്ലൂരിൽ പ്രധാനമായും ഉത്സവം കൊണ്ടാടുന്നത്. വീമ്പ് എന്ന പ്രാചീന മരത്തിന്റെ ചുവട്ടിൽ സ്വയംഭൂവായി കണ്ടെത്തിയ ശിവലിംഗം പ്രതിഷ്ഠിക്കപ്പെട്ട ഈ പുണ്യക്ഷേത്രത്തിലെ അഷ്ടമി മഹാദേവന്റെ അനുഗ്രഹം നേടാൻ ഉത്തമ ദിനമായാണ് കണക്കാക്കുന്നത്. രാവിലെ ഉഷപൂജ, എതിരേറ്റുപൂജ, ഗണപതി ഹോമം എന്നിവയോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. തുടർന്ന് നടന്ന ഉഷശിവേലി ഭൂതഗണങ്ങൾക്ക് അന്നം നൽകി ഭഗവാൻ നേരിട്ട് അനുഗ്രഹിക്കുന്ന സങ്കല്പത്തിൽ നടന്ന ചടങ്ങാണ്. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ കളഭാഭിഷേകവും നടന്നു. ഉച്ചയ്ക്ക് വിശേഷാൽ പ്രസാദകൂട്ടോടെ ഭക്തർക്ക് അന്നദാനത്തിന്റെ അനുഗ്രഹവും ലഭിച്ചു. വൈകുന്നേരത്തോടെ ഉത്സവത്തിന്റെ വർണ്ണപ്പൊലിമയേറുന്ന കാഴ്ചകൾ അരങ്ങേറി. പഞ്ചവാദ്യം, പാണ്ടിമേളം എന്നിവയുടെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് ക്ഷേത്രാങ്കണത്തെ ആവേശത്തിലാഴ്ത്തി. വിവിധ ദേശങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ അണിനിരന്ന പഞ്ചാരിമേളം, പഞ്ചവാദ്യം, തായമ്പക എന്നിവ ക്ഷേത്രകലകളുടെ മഹത്വം വിളിച്ചോതുന്നു. കിഴക്കോട്ട് ദർശനം നൽകി ഭക്തരെ അനുഗ്രഹിക്കുന്ന മഹാദേവന്റെ സന്നിധിയിൽ ഉപദേവതകളായി പാർവതീദേവി, ദക്ഷിണാമൂർത്തി, മഹാഗണപതി, ശാസ്താവ്, സുബ്രഹ്മണ്യൻ എന്നിവർ കുടികൊള്ളുന്നു. ഭക്തരുടെ സകല ദുരിതങ്ങളും നീക്കി ഐശ്വര്യവും സൗഭാഗ്യവും നൽകാൻ തിരുവേമ്പലപ്പന്റെ ഈ അഷ്ടമി ദർശനം പരമപ്രധാനമാണ്. സന്ധ്യാ ദീപാരാധനയ്ക്ക് ശേഷം നടന്ന നൃത്ത പരിപാടികളും തായമ്പകയും മഹോത്സവത്തിന് കൊടിയിറക്കം കുറിച്ചു. പുരാതനമായ വട്ട ശ്രീകോവിലും മരത്തിൽ തീർത്ത മനോഹരമായ കുത്തുപണികളോടുകൂടിയ മണ്ഡപവും ക്ഷേത്രത്തിന്റെ പ്രൗഢി വിളിച്ചോതുന്നതാണ്.